ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കാണാം. നോട്ട് ദ പോയിന്റ്, ഇത് ഇന്നത്തെ അല്ല, ജനുവരി 2 അപ്പോൾ രാവിലെ തന്നെ നീച്ച് പല്ലിച്ച് മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ ഉപ്പാനായിട്ട് നേരെ പോണത് വണ്ടി ശരിയാക്കാനാണ്. അങ്ങനെ നമ്മളിവിടെ ഒരു ഓട്ടോ ഗ്യാരേജ്, സാമി ഓട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നമ്മൾ രാഗി വടയും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സ്പെഷ്യലായിട്ട് വാങ്ങി തന്നതാണ്. രാഗി വട ഞാൻ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള പാഴ്സലായിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ മനോഹരമായ കാഴ്ച കാണുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് സാന്തിഗ്രീസിക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ നമ്മൾ മെല്ലെ നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ പിന്നെ ബസ് വന്ന് നമ്മളതിൽ കയറിപ്പോയി. പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ബസ്സിൽ ഫ്രീ ആയിട്ടോ, ഇവിടുത്തെ അല്ല, പെണ്ണുങ്ങൾക്ക് ബസ് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ സാന്തിഗ്രീസി എത്തിയിട്ടുണ്ട്. സാന്തിഗ്രീസിന് നമ്മൾ ചോറും കറിയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ മെല്ലനെ നമ്മൾ ടൗണിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ടൗണിൽ എത്തിയപ്പോൾ ചെരുപ്പുകളൊക്കെ നോക്കിയിട്ട് അവിടുന്ന് ഒരു 2 ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം പത്തിൻ്റെ കടയിലേക്കാണ്. പത്തിൻ്റെ കടയിൽ പോയിട്ട് തേരാപാര നടന്ന് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അല്ലറ ചില്ലറ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുള്ളൂ. പിന്നെ നമ്മൾ പോയത് പോത്തീസിക്കാണ്. പോത്തീസ് നമ്മൾ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ കൊച്ചുമാക്കും ഉമ്മാക്കൊക്കെ ഒരു ചുരിദാർ മെറ്റീരിയൽസ് നോക്കാനാണ്. പക്ഷേ ഞങ്ങളെ പണി അവിടെ എന്തായിരുന്നെന്ന് വെച്ചാൽ എസ്കുലേറ്ററിൽ കയറുക, ഇറങ്ങുക, ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളെ പണി. അങ്ങനെ നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വീണ്ടും പത്തിൻ്റെ കടയിൽ പോയിട്ട് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിൽ പോകാമെന്ന് തീരുമാനിച്ച്. അപ്പോഴാണ് ഈ മനോഹരമായ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ പാർക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഉക്കടത്തുള്ള പാർക്കാണ്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്ന്, ഞാനിപ്പോൾ ഉള്ള കോയമ്പത്തൂരാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക്. ആ പാർക്കിൽ നല്ല അടിപൊളി സെറ്റ് സീനറിയും നല്ല അടിപൊളി ഗാർഡൻസൊക്കെ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. നല്ല വൈബായിട്ടുള്ളൊരു സമയത്താണ് നമ്മളവിടെ എത്തിയത്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ അവിടെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ചെറുതല്ലല്ലോ, നമ്മൾ വലിയ ആൾക്കാരായില്ലേ. നമ്മളങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയൊക്കെ ആവാൻ തുടങ്ങി. പിന്നെ ഇയാളവിടെ ഇങ്ങനെ കാർട്ടൂണായിട്ട് ചിത്രം വരക്കണ ആളായിരുന്നു. അയാളെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രം. അങ്ങനെ രാത്രിയായി, ഇരുട്ടായി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ അവിടെ ഒരു പ്രൊജക്ടർ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ അഭ്യാസങ്ങൾ, യോയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേൽപൂരി എന്നാണ് ഇതിന് പറയുക. ഇത് പിന്നെ കൊച്ചുപ്പ് വരുമ്പോൾ ഒരു ഉണ്ട വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാളാൻ തിന്നു നമ്മൾ. പിന്നെ ഈ ടീ വൈബ് എന്നുള്ള കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ വേറെ എന്തോ ഒരു കടി തിന്നു കേട്ടോ. പിന്നെ ഉപ്പ് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കടലമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വിൽക്കണ അടുത്തുനിന്ന് നമ്മൾ ഈ ഒരു ലോലിപ്പോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ഗ്രില്ല് ചിക്കനൊക്കെ ആയിരുന്നു. അങ്ങനെ തിന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടി നമ്മൾ നടക്കാനിറങ്ങിയപ്പോൾ എയർപോർട്ട് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. എയർപോർട്ട് എന്ന് പറയുമ്പോൾ ആ നായ്ക്കുട്ടിയാട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക,